സെക്കൻഡ് വേൾഡ് വാറിന്റെ കാലത്ത് ഫ്രാൻസിലെ നാസി പ്രതിരോധ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിയായ വിപ്ലവകാരിയാണ് മിച്ചിലോട്ട് മാധവൻ. അക്കാലത്ത് ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ മയ്യഴിയിൽ നിന്ന് പാരീസിൽ ഉപരിപഠനത്തിന് പോയ മിച്ചിലോട്ട് മാധവൻ നാസികൾ വിനോദത്തിനൊത്തുകൂടിയ ഒരു തിയേറ്റർ ബോംബ് വെച്ച് തകർത്തതിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായ മാധവനെ ഫ്രാൻസിലെ വാലേറിയൻ കുന്നുകളുടെ ചരിവിൽ നിരവധി തടവുകാരോടൊപ്പം നാസികൾ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് മയ്യഴിക്കാർ അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. മയ്യഴിയിലെ മിച്ചിലോട്ട് കുടുംബത്തിൽ മിച്ചിലോട്ട് മാധവൻ്റെയും പെരുന്തോടി മാധുവിൻ്റെയും മൂന്നാമത്തെ മകനായി 1914 ജൂലൈ 7 മാധവൻ ജനിച്ചു. മയ്യഴിയിലെ ഒരു ഫ്രഞ്ച് സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ സാഹസികമായ പ്രതിരോധങ്ങൾ മാധവന്റെ ശീലമായിരുന്നുവെന്ന് ചരിത്രകാരനായ CH ഗംഗാധരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മയ്യഴിയിൽ നിന്നും ഉപരിപഠനത്തിനായി ആദ്യം പുതുച്ചേരിയിലേക്കും തുടർന്ന് 1937 ഗണിതത്തിൽ ഉപരിപഠനത്തിനായി അദ്ദേഹം ഫ്രാൻസിലേക്കും പോയി. പുതുച്ചേരിയിൽ വിദ്യാർത്ഥിയായിരിക്കെ ഹരിജൻ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നു. പാരീസിലെത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയും താൻ വിദ്യാർത്ഥിയായ സോർബോൺ സർവകലാശാലയിലും പുറത്തും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പാരീസിൽ വിദ്യാർത്ഥിയായിരുന്ന മാധവൻ ഫ്രാൻസിലെ നാസി വിരുദ്ധ പ്രതിരോധത്തിൽ സജീവമായി പങ്കെടുത്തു. അദ്ദേഹം വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. രണ്ടാം ലോക യുദ്ധം ആരംഭിച്ച സമയമായിരുന്നു അത്. അപ്രതീക്ഷിതമായാണ് ജർമ്മൻ സൈന്യം ഫ്രാൻസിലേക്ക് ഇരച്ചു കയറിയത്. വലിയ പ്രതിരോധങ്ങളൊന്നും അവർക്ക് നേരിടേണ്ടി വന്നില്ല. ഫ്രാൻസിനെ ജർമ്മനി അനായാസം കീഴടക്കി. എന്നാൽ ഒരു സംഘം ഫ്രഞ്ചുകാർ അണ്ടർഗ്രൗണ്ട് റെസിസ്റ്റൻസ് എന്ന സംഘടനയുണ്ടാക്കി ഫ്രാൻസിന്റെ മോചനത്തിന് പോരാട്ടം തുടങ്ങി. മാധവൻ അതിൽ അംഗമാകുക മാത്രമല്ല, ആ സംഘടനയുടെ മുൻനിര നേതാവുമായി. എന്നാൽ അപ്രതീക്ഷിതമായി മാധവൻ ജർമ്മൻ സൈന്യത്തിന്റെ പിടിയിലായി. 1942 സെപ്റ്റംബർ 21 പാരീസിൽ വെച്ച് മാധവനെ അവർ വെടിവെച്ചു കൊന്നു. നാസി ആക്രമണത്തെ ആക്രമണം കൊണ്ട് തന്നെ ചേർക്കുക എന്ന നയത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു ബോംബ് സ്ഫോടനത്തിൽ പങ്കാളിയായിരുന്നു എന്നതിന്റെ പേരിലാണ് മാധവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 2 നാസികൾ കൊല്ലപ്പെടുകയും 19 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്ത ഒരു ബോംബ് സ്ഫോടനം പാരീസിലെ സിനിമ തിയേറ്ററിൽ നടന്നു. ഇതിന്റെ പേരിലായിരുന്നു അറസ്റ്റ്. 1942 ജൂലൈ 24 അറസ്റ്റ് ചെയ്യപ്പെട്ട മാധവൻ പാരീസിലെ ഒമേൻലീവ് കോട്ടയിലെ തടങ്കൽ പാളയത്തിൽ എത്തിയെന്ന് ജയിൽ രേഖയിൽ പറയുന്നു. നാസി രേഖകളിൽ HL 122H എന്ന രഹസ്യപേരുള്ള തടവറയാണിത്. 1942 സെപ്റ്റംബർ 21 ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുപോയതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തു കൊണ്ടുപോയ തടവുകാരെ പാരീസിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ വാലേറിയൻ കുന്നിൻ ചെരുവിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് എല്ലാവരെയും വധിച്ചു. മിച്ചിലോട്ട് മാധവന്റെ രക്തസാക്ഷിത്വം വളരെ വൈകിയാണ് നാട്ടിലും വീട്ടിലും അറിഞ്ഞത്. ലോകമഹായുദ്ധകാലത്ത് ആശയവിനിമയ ബന്ധം പ്രയാസകരമായതിനാലും ഫ്രാൻസിൽ നാസി തടവറകളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിയാൻ സാധ്യമല്ല എന്നതിനാലും മാധവൻ ജീവിച്ചിരിപ്പുണ്ടാകും എന്നാണ് കുടുംബാംഗങ്ങൾ കരുതിയത്. മാധവനോടൊപ്പം തടവറയിലുണ്ടായിരുന്ന PS ഷമോഫിന്റെ കുറിപ്പ് ആധാരമാക്കി പിൽക്കാലത്ത് CH ഗംഗാധരനാണ് മച്ചിലോട്ടിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ഫ്രഞ്ച് നാസി നേതാവ് കാൾ ഒബെർഗിന്റെ ഉത്തരവ് പ്രകാരം വെടിവെച്ചു കൊന്ന 45 പേരിൽ ഒരാളായിരുന്നു മച്ചിലോട്ട് മാധവൻ. ഒരു തൂണിൽ കെട്ടിയിട്ട് കണ്ണുകെട്ടാതെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. അവരുടെ ശരീരം പിന്നീട് കത്തിച്ചു. 70ഓളം പ്രതിരോധ പോരാളികൾ ഇത്തരത്തിൽ ബോർഡോയിൽ കൊല്ലപ്പെട്ടു. 1942 സെപ്റ്റംബർ 17 പാരീസിലെ റെക്സ് സിനിമയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ 17 നാസികൾക്ക് പരിക്കേൽക്കുകയും 2 പേർ മരിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് വധശിക്ഷ നടപ്പാക്കിയത്. എന്നാൽ വധശിക്ഷ സമയത്ത് മച്ചിലോട്ടിനെ സംബന്ധിച്ച ഏറ്റവും അസാധാരണമായ കാര്യം സഹതടവുകാരനായ പിയറിസർ ചൗമോഫ് പിന്നീട് വ്യക്തമാക്കിയിരുന്നു. മച്ചിലോട്ട് ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ നാസികൾ വെറുതെ വിടുമായിരുന്നു. എന്നാൽ അദ്ദേഹം താനൊരു ഫ്രഞ്ചുകാരനെന്നാണ് നാസികളോട് പറഞ്ഞത്. കൊല്ലപ്പെട്ട ദിവസം ജയിലിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ജിസലിനോട് വിട പറയാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. യുദ്ധാനന്തരം വിവാഹിതരാകാനുള്ള അവരുടെ സ്വപ്നവും അതോടെ അവസാനിച്ചു.